സാറ്റർഡേ പൊതുവേ ഷിജോയ്ക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടാകത്തില്ല. പിന്നെ സെറായ്ക്കാണെങ്കിലും അവധിയാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ ഇച്ചിരി പതുക്കെയൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഓരോ ഗ്ലാസ് ചായയൊക്കെ ഇട്ട് നമ്മുടെ ഗാർഡനിൽ വന്നൊന്ന് കുടിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടാറുണ്ട്. അങ്ങനെ ഷിജോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി. ഞാൻ സെറായ്ക്കും ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് അവധിയാണല്ലോ സെറായ്ക്ക്, രാവിലെ സമയത്താണ് പുറത്താരും കാണത്തുമില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല കേട്ടോ. ഞാൻ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരു സ്വഭാവക്കാരിയാണ്. വല്ലപ്പോഴും സാധനമൊക്കെ മേടിക്കാൻ ഷിജോയുടെ പുറത്ത് പോയതല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല. പിന്നെ ഏതായാലും ഇവരെയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പം ഈ ഒരു സംഭവം കട്ടലിരിക്കുന്നത് കണ്ടു കേട്ടോ. ഇത് നല്ല ആരോ പറിച്ച് വെച്ചതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഏതായാലും സെറ അത് ഒരുമിച്ച് കൂട്ടി പിടിച്ചപ്പം ഒത്തിരി നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അങ്ങനെ അതൊക്കെ കൂട്ടിപ്പിടിച്ചും പിന്നെ ഒരു പാവനൊക്കെ എടുത്തോണ്ട് അവിടെ താഴോട്ടിറങ്ങി വന്നേ. അതൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഉള്ളതാണ്. സെറയാണെങ്കിൽ എന്നും രാവിലെ സെറയും ചേട്ടൻ മിക്കവാറും വൈകുന്നേരം താഴെ കളിക്കാൻ വരുന്നതാണ് കേട്ടോ. അവരെപ്പോഴും താഴെ വന്ന് കളിക്കുന്നതൊക്കെയാണ്. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരിതൊക്കെ കാണാറുണ്ട്. എന്നാലും ഇതിനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ലല്ലോ. ഞാൻ അത് കാണിച്ചു കൊടുത്തു കേട്ടോ. മമ്മിയൊക്കെ അങ്ങനെ സെറയെടുത്ത് പറഞ്ഞു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ നമ്മളൊക്കെ നടന്നായിരിക്കുമല്ലോ പോകുന്നത്. 3-4 കൂട്ടുകാരൊക്കെ ഒരുമിച്ചായിരിക്കും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവമൊക്കെ കാണുമായിരുന്നു. അതിങ്ങനെ പറിച്ച് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ മെത്തോട്ടിട്ടിട്ട് പുഴു എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം സെറ അതിൽ നിന്ന് കുറച്ചെണ്ണം പറിച്ചെടുത്ത് ഒരെണ്ണം ചേട്ടൻ്റെ മേത്തോട്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞു കേട്ടോ. അങ്ങനെ ഓർത്തെടുത്തിട്ട് ഇതൊക്കെ എന്നും ഇവർ കാണുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളൊരു സംഭവമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതായത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എരിക്കുമ്പോൾ നിൽക്കുന്നു. എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള പുഴയുടെ സൈഡിൽ കൂടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ എരിക്കുമ്പോൾ. അതൊരു വയലറ്റ് കളറിലായിരുന്നു, ലൈറ്റ് വയലറ്റ് കളറിലായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഇവിടെയുള്ളത് വൈറ്റ് കളറിലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉള്ളതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ പറിക്കുന്നതിനിടയ്ക്ക് സെറ ചോദിച്ചു, എന്തിനാ അമ്മ അത് പറിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പാലെന്തോ കണ്ണിപ്പോയാൽ മോശമാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെറാനെ കൊണ്ടൊന്നും തൊടിയിച്ചില്ല. ഞാൻ തന്നെ സൂക്ഷിച്ചുള്ളതൊക്കെ അങ്ങ് പറിച്ചെടുത്തു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 5-6 കിട്ടിയുള്ളൂ. എന്നിട്ട് അതൊക്കെ പറിച്ച് ഞങ്ങൾ നേരെ മേലോട്ട് കയറി വന്നു കേട്ടോ. റൂമിലോട്ട് വന്നു. റൂമിലെത്തിയിട്ട് ഞാൻ അത് കളിക്കുന്ന ആ ഒരു രീതി സെറായി കാണിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു, ഇതും കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആ സമയത്തൊക്കെ ഒരുപാട് പറിച്ചുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒരുമിച്ചിട്ട് കളിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം അധികം എണ്ണമില്ല, എന്നാലും നല്ല രസമാണ് കേട്ടോ കളിക്കാൻ. സെറ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെ അത് കളിക്കേണ്ടതെന്നൊക്കെ ആ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ആ 5-6 ഉള്ളതിൽ നിന്ന് ജീടം വന്നിട്ട് അതിൽ നിന്ന് 2 വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുത്തനെ വീഴുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം, എന്നിട്ട് ബാക്കിയെടുത്ത് വീണ്ടും ഇടണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. സെറായിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളൊരു കളിയാണിത്. അത് കഴിഞ്ഞിട്ട് സെറായിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു കേട്ടോ. സെറായിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഈ മൊബൈലും ടി വിയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അവർ കുറേ നേരം അതുകൊണ്ടൊക്കെ ഇരുന്ന് കളിച്ചോളും. സെറ ഇന്നലെ കുറേ നേരം ഇതുകൊണ്ടിരുന്ന് കളിച്ചു കേട്ടോ. തന്നെ ഇരുന്ന് കളിക്കുകയാണെങ്കിലും ബോറടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ കളിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും ഷിജോ വന്നു, ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾക്കൊന്ന് പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഫീസ്റ്റാണ്, പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പാട്ടിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന വീഡിയോ, നമ്മുടെ ഇവിടെ വെച്ച് നടത്തിയ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശനിയാഴ്ച ഒന്നും കൂടെ ചെല്ലാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വീണ്ടും പോയി. അങ്ങനെ പള്ളിയിലെത്തിയപ്പം ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. പള്ളിയുടെ മുറ്റത്തൊരു നിന്നൊരു സംഭവം ഞാനത് ചാടി പറിക്കുവാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കയാണ്, നാടൻ നെല്ലിക്കയാണ്. താഴെ കുറച്ചൊരു 3 എനിക്ക് പറിച്ചപ്പോൾ കിട്ടി. പറിച്ചെടുത്ത് ഞാൻ ആദ്യം 2 നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കൊടുത്തു. 1 ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോങ് പ്രാക്ടീസ് ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ടൊക്കെ എത്തി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ സോങ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഓരോ സമോസയൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.